നമ്മളൊരു ടണലിലാണ്. അപ്പുറത്ത് വെളിച്ചമുണ്ടായിട്ടും നമ്മളൊരു സ്ഥലത്ത് തന്നെ സ്റ്റക്കായി നിൽക്കുന്നു. ആക്ഷനും പ്ലാനിങ്ങും ഇല്ലാതെ നമുക്കിതിൽ നിന്ന് ഒരിക്കലും പുറത്ത് കിടക്കാൻ പറ്റത്തില്ല. ഇന്ന് ഞാനിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രോബ്ലമാണ്: ഓവർ തിങ്കിങ്. എന്താണ് ഓവർ തിങ്കിങ് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെ ആ പ്രശ്നം ഞാൻ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ സോൾവ് ചെയ്തു, നിങ്ങൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. മെയിനായിട്ടും 6 കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തത്. ഫസ്റ്റ് വൺ, ലേൺ അബൌട്ട് ഓവർ തിങ്കിങ്. ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് കൃത്യമായി പഠിക്കുക. ഓവർ തിങ്കിങ് ചെയ്യുന്നതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാരണം കൃത്യമായി മനസ്സിലാക്കുക. ഇത് നമുക്ക് യൂട്യൂബിൽ കുറേ അധികം ഡോക്ടർമാരുടെ വീഡിയോസ് ഉണ്ട്, അതായത് മീൻസ് ജെന്യുവിനായിട്ട് പറയുന്നവരെ, അത് മാത്രം കണ്ട് മനസ്സിലാക്കുക. സെക്കൻഡ് വൺ, അണ്ടർസ്റ്റാൻഡ് യുവർ തോട്ട്സ് ഇൻസ്റ്റെഡ് ഓഫ് ഇമീഡിയറ്റ്ലി ബിലീവ് ദം. എന്താണ് നിങ്ങളുടെ ചിന്ത എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ കാരണം എന്താണെന്നും ആ ചിന്ത എന്തുകൊണ്ട് വരുന്നു എന്നും കൃത്യമായി മനസ്സിലാക്കുക. അത് വിശ്വസിക്കുന്നതിന് മുന്നേ അത് മനസ്സിലാക്കാൻ ആദ്യം ശ്രമിക്കുക. ഇത് നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ കുറച്ചുകൂടെയും ക്ലിയർ ആക്കാനും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഒരു ദിവസം ചിന്തിക്കുന്നതെന്നും കൃത്യമായിട്ട് മനസ്സിലാകാനും സഹായിക്കും. തേർഡ് വൺ, നോട്ടീസ്. ബി അവെയർ അറ്റ് ദി മൊമെന്റ് യു സ്റ്റാർട്ട് ഓവർ തിങ്കിങ്. നമ്മൾ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ അവെയർ ആയിട്ടിരിക്കുക. അതായത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓവർ തിങ്കിങ് ആണെന്ന്. അത് കൃത്യമായി മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ ഓവർ തിങ്കിങ്ങിൻ്റെ ആഴം അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യുന്ന രീതി നമ്മൾ നിർത്താൻ തുടങ്ങും. മീൻസ് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന ഓവർ തിങ്കിങ് ആണ്, അതിന് നമ്മുടെ ജീവിതത്തിൽ യാതൊരു യൂസും ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് തന്നെ പയ്യെ പയ്യെ അത് സ്ലോ ഡൗൺ ചെയ്യാൻ തുടങ്ങും. എൻ്റെ ഓവർ തിങ്കിങ് പൂർണ്ണമായിട്ട് നിർത്താനുള്ള ഏറ്റവും സഹായിച്ച ഒരു കാരണമാണ് ജേണലിങ്, റൈറ്റിംഗ്. മീൻസ് നിങ്ങളുടെ ചിന്ത നിങ്ങളൊരു ബുക്കിലോട്ട് എഴുതുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ മൈൻഡ് അത് ഓർക്കത്തില്ല. അതെന്താണെന്നുള്ള സൊല്യൂഷൻ, മീൻസ് അതിനുള്ള പ്രോബ്ലം ആണെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നമുക്കത് കണ്ടെത്താൻ പറ്റും. പിന്നെ നമ്മൾ ദിവസവും കുറേ കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് എഴുതുന്നതിലൂടെ നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും. പിന്നെ നിങ്ങളുടെ ആ ഓവർ തിങ്കിങ് മീൻസ് അന്നത്തെ ഡേ ഓവർ തിങ്കിങ് പിന്നെയും കുറവായിരിക്കും, അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യത്തില്ല. പയ്യെ പയ്യെ നിങ്ങളിങ്ങനെ എഴുതി കൺസിസ്റ്റൻ്റ് ആകുന്നതോടുകൂടി നിങ്ങൾ ഓവർ തിങ്കിങ് പയ്യെ കുറയും, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഇല്ലാതാവും. എൻ്റെ ഓവർ തിങ്കിങ് നിർത്താൻ തന്നെ മീൻസ് ആ സ്റ്റോപ്പ് ആകാനുള്ള കാരണം തന്നെ എൻ്റെ റൈറ്റിംഗ് ആണ്. ഞാൻ എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ഇന്ന സമയത്ത് കൃത്യമായിട്ട് റൈറ്റ് ചെയ്യും, മീൻസ് എഴുതും, ജേണൽ എഴുതും. ഫിഫ്ത്ത് വൺ, ഞാൻ എല്ലാ തവണയും ചെയ്യുന്ന കാര്യമാണ്: ആസ്ക് യുവർ സെൽഫ്, ഇസ് ദിസ് ആക്ച്വലി ട്രൂ ഓർ ഐ എം ജസ്റ്റ് ഇമാജിനിങ്. ഇങ്ങനെ ചോദിക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് മീൻസ് റിയാലിറ്റിയും നിങ്ങൾ തിങ്ക് ചെയ്യുന്നത് ഫേക്ക് ആണോ എന്നുള്ളതിനെ കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് നിങ്ങളിപ്പം ഒരു കാര്യം യാതൊരു ആവശ്യമില്ലാതെ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ചോദിക്കുന്നതിലോടുകൂടി മീൻസ് ഇത് റിയൽ ആണോ അതോ ഫേക്ക് ആണോ എന്ന് ചോദിക്കുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണോ. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ നമുക്ക് യാതൊന്നിൽ നിന്നും തന്നെ റിസൾട്ട് കിട്ടത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. മീൻസ് ഇത്രയും പ്രാക്ടീസ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് മീൻസ് ഒരു 16 ഡേ ചെയ്യുകയാണെങ്കിൽ മീൻസ് ഇത് നമ്മുടെ റൊട്ടീനായിട്ട് മാറും. അത് പിന്നെ നമ്മൾ മീൻസ് ഈസി ആവും. കൺസിസ്റ്റൻസി മീൻസ് മനസ്സിലാവും, മീൻസ് ഹാബിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇത് ഈസി ആവും. മീൻസ് ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു ഹാബിറ്റാണ്. അതിന് നമ്മൾ ഇങ്ങനെയുള്ള ഹാബിറ്റുകൾ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഇങ്ങനെ റീപ്ലേസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? നമ്മൾ പിന്നെ ഓവർ തിങ്കിങ് ചെയ്യത്തില്ല. കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ഇതൊന്നും വർക്കാകത്തില്ല. ഇതെന്നല്ല, യാതൊന്നും കൺസിസ്റ്റൻസി ഇല്ലാതെ വർക്ക് ചെയ്യത്തില്ല. ഇതെൻ്റെ ലൈഫിൽ ഞാൻ കൃത്യമായിട്ട് യൂസ് ചെയ്ത മെത്തേഡാണ്. ഇത് യൂസ് ചെയ്ത് നിങ്ങളുടെ ഓവർ തിങ്കിങ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറയ്ക്കാനും സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയും. മീൻസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്തതാണ്. ഇത് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഓവർ തിങ്കിങ് ഹാബിറ്റ് സ്റ്റോപ്പ് ചെയ്യും.